അന്നൊരു ദിവസം ഇശാ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകന് പിന്നിലെ പ്രമുഖ സ്വഹാബികൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ റുക്കുവും കഴിഞ്ഞ് നബി തങ്ങൾ സുജൂദിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. പ്രവാചകന് സുജൂദിൽ കിടക്കുന്നത് കണ്ടപ്പോൾ പേരമക്കളായ ഹസനും ഹുസൈനും ഓടി വന്നു. അവർ നബിയുടെ തോളിൽ കയറിയിരുന്നു. നബി തങ്ങളെ ഒരസ്വസ്ഥയും പ്രകടിപ്പിക്കാതെ അങ്ങനെ അനങ്ങാതെ കിടന്നു. കുറേ സമയം അവർ ആ തോളിലിരുന്ന് കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓടിപ്പോയി. അവർ പോയപ്പോൾ തന്നെ നബി തങ്ങൾ വേഗം സുജൂദിന് എഴുന്നേറ്റു. പതിവിന് വിരുദ്ധമായിട്ട് സുജൂദ് ദീർഘിച്ചു പോയപ്പോൾ സ്വഹാബികൾക്ക് സംശയമായി. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവർ തിരുദൂതരോട് കാര്യം അന്വേഷിച്ചു. നബിയെ, സുജൂദിൽ അങ്ങ് ഇത്ര താമസിച്ചതെന്താണ്? അങ്ങേക്ക് വല്ല പ്രശ്നവും സംഭവിച്ചതാണോ? അല്ലെങ്കിൽ ആ സമയത്ത് വഹി എന്തെങ്കിലും ലഭിച്ചിരുന്നോ? പ്രവാചകൻ മറുപടി നൽകി, അത് രണ്ടുമല്ല. എൻ്റെ പേരമക്കൾ രണ്ടാളും ഓടി വന്ന് എൻ്റെ തോളിൽ കയറിയിരുന്നു. കളി തീരും വരെ അവരെ ശല്യപ്പെടുത്തണമെന്ന് കരുതി ഞാൻ സുജൂദിൽ തന്നെ കിടന്നതാണ്. പ്രവാചകൻ്റെ ഈ മറുപടി സ്വഹാബാക്കൾ എല്ലാവരെയും വളരെയധികം കൗതുകത്തിലാക്കി. മറ്റു ചിന്തകളൊന്നും കടന്നു വരുന്നത് പോലും അനുവദിക്കപ്പെടാത്ത ഈ നിസ്കാരത്തിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രവാചകർക്ക് കുട്ടികളോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം.